ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഈ കാണുന്ന ഐറ്റം കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടാവും. നമ്മളിതിനെ ഉള്ളിത്തണ്ടെന്നോ ഉള്ളിപ്പൂവെന്നോ ഇംഗ്ലീഷിൽ ഒനിയൻ ഫ്ലവർ എന്ന് പറയും. ആക്ച്വലി ഈ സാധനം നമ്മുടെ സവാളയിൽ ഉണ്ടാക്കുന്ന പൂവാണ്. അതിന്റെ ലീഫിനെയാണ് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ മുമ്പ് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുക്കളയിൽ എങ്ങനെ ഈസി ആയിട്ട് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടാക്കിയെടുക്കാമെന്ന്. എന്നാലും അതുകൊണ്ടും ഒരു തോരൻ ഉണ്ടാക്കി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ സ്പ്രിംഗ് ഓണിയൻ വളർത്തിയെടുക്കുന്ന വീഡിയോയുടെ ആ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻസ്ക്രീനിലും കൊടുത്തിരിക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഐറ്റം. ഓക്കെ, സാധാരണഗതിയിൽ ഇതുകൊണ്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ മുട്ട ചേർത്തും ഉണ്ടാക്കാറുണ്ട്, മുട്ട ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ എന്തായാലും മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കാൻ പോണേ. ഇതിന് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത് മൂന്നുമാണ്. ഇത്രയും സ്പ്രിംഗ് ഓണിയൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് ഇത്രയും വില 15 രൂപ കേട്ടോ. ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വേണ്ട ഐറ്റംസ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ സ്പ്രിംഗ് ഓണിയൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം, തേങ്ങ ചുരണ്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ഉള്ളിപ്പൂ തോരന്റെ ഐറ്റംസ് ഒക്കെ സെറ്റ് ആണ്. അതെല്ലാം ഇവിടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പ്ലസ് തേങ്ങ ചുണ്ടി വെച്ചിട്ടുണ്ട്, ബാക്കി ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഓരോന്നും ഇടുമ്പോൾ അതിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് ചെയ്യേണ്ടതിൽ കുറച്ച് ഐറ്റംസ് മിക്സിക്ക് ഒന്ന് ഒതുക്കിയെടുക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ പോകുന്നേ നമ്മുടെ ചെറിയ എടുത്ത തേങ്ങയാണേ. ഒരു ചെറിയ മുറി തേങ്ങ കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ സവാള ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിന് ഓൾറെഡി ഉള്ളിപ്പൂവിന് സവാളയുടെ മണം ഉണ്ടാവും കേട്ടോ. ഒരു 2 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണൽ ആണ്, ജീരകത്തിന്റെ മണം ഇഷ്ടമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത്രയ്ക്കും ആവശ്യമായിട്ട് വളരെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ കൂട്ടിന് വേണ്ടി മാത്രം ഇട്ടാൽ മതിയേ. ഇനി ഇതൊരു 2 പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ മിക്സി ജാറ് അടച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒതുക്കിയെടുക്കണം. ഒതുക്കിയെടുക്കാൻ തീരെയും അരയാൻ പാടില്ല. നമ്മുടെ മിക്സിയുടെ ശരിക്കും റിവേഴ്സ് ബട്ടൺ അല്ലേ, അതൊന്ന് പൾസ് ചെയ്തെടുത്താലും മതി. എന്തായാലും അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, പിന്നെ നമ്മുടെ മിക്സിനെ ഒന്ന് ഒതുക്കി കൊണ്ടുവന്നു. ഇത്രയും ആവാൻ പാടുള്ളൂ കേട്ടോ, എങ്കിലേ തോരന് സുഖം ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു 3 മുട്ട ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ മുട്ട ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയ്ക്കും കുറച്ച് ഉപ്പ് ഇട്ടോ. 1/4 ടീസ്പൂൺ തന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കണേ. ഞാൻ പറഞ്ഞ മുട്ട ശരിക്കും ഓപ്ഷണൽ ആണ്, പക്ഷെ മുട്ട ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ മുട്ട ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. ഇതിനൊരു പാന് അടുപ്പത്ത് ചൂടായിരിപ്പുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണക്കായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണേ. കടുക് പൊട്ടുമ്പോഴത്തേക്ക് ഇതിലേക്കൊരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കേട്ടോ. ഇത് നമ്മൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച നമ്മുടെ ഉള്ളിത്തണ്ടല്ലേ, അത് ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മളിതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഓൾറെഡി നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നോക്കിയിട്ട് കൊടുത്താൽ മതിയേ. നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം വേവിട്ട് കേട്ടോ. ഒരു വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ വെന്തോളും. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇവർ 5 മിനിറ്റോളം വെന്തിട്ടുണ്ട് കേട്ടോ. യെസ്, ഇത്രയായാൽ മതി കേട്ടോ. ഈ സമയം നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നുമായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മളുടെ കൂട്ടിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അതിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ മുട്ടയുടെ കൂട്ടല്ലേ, അത് ഇതിന്റെ നടുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇതെന്താ ഇങ്ങനെ ഒഴിക്കണമെന്ന് വെച്ചാൽ അത് കുറച്ചൊന്ന് വെന്തിട്ട് നമ്മൾ ചിക്കി കൊടുത്താൽ ഇതിന്റെ കഷ്ണങ്ങൾ നമുക്ക് കടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ അതിന് കൂടെ എല്ലാം കൂടെ മിക്സ് ആയി പോകും. അത് ചെറുതായിട്ടൊന്ന് വേവട്ടെ കേട്ടോ മുട്ട. കണ്ടോ, ഇങ്ങനെ ചെറിയ കഷ്ണങ്ങൾ കിട്ടും നമുക്ക്. അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇനി നമുക്ക് ഇതിനെ ഈ മിക്സുമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങോട്ട് കുത്തി പൊടിക്കരുത്, ചെറിയ കഷ്ണങ്ങൾ കിട്ടത്തക്ക രീതിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിപ്പൂ തോരൻ കിടലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ആവശ്യത്തിന് ഉപ്പുള്ള കാരണം ഞാൻ ചേർത്തിട്ടില്ല. എന്തായാലും ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റിയതിനു ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. മുട്ടയുടെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. എന്തായാലും ഇത് അടിപൊളി ടേസ്റ്റ് ആണ്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. വളരെ ടേസ്റ്റിയാണ്, സിമ്പിൾ ആണ്, ഹെൽത്തി ആണ്. സോ ഒരു പ്രാവശ്യം ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പൊ ശരിക്കും ഈ ഒനിയൻ ഫ്ലവറിന്റെ കാലമാണ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.